ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം. മറ്റേ പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മയനൈസാണ് ആക്കി കൊടുക്കുന്നത്. മയനൈസിന് പകരം നമുക്ക് ക്രീം ചീസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് ആക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ ക്രീം ചീസോ അല്ലെങ്കിൽ മയനൈസോ ആക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൽ 4 പീസ് മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് 2 പീസ് തക്കാളി കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് സവാളയോ അല്ലെങ്കിൽ ക്യാബേജോ അല്ലെങ്കിൽ ലെറ്റ്യൂസോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിലുള്ളത് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് ചില്ലി ഫ്ലെക്സ് വേണമെങ്കിലും ആക്കി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് സാൻഡ്വിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിഭാഗം ഒന്ന് ടോസ്റ്റായിട്ട് വന്നാൽ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബട്ടർ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു സൈഡ് കൂടി നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 സാൻഡ്വിച്ച് കൂടി, ഞാൻ 3 സാൻഡ്വിച്ചാണ് മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 സാൻഡ്വിച്ച് കൂടി ഉണ്ടാക്കാം. കുറച്ച് ബട്ടർ എക്സ്ട്രാ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സാൻഡ്വിച്ച് 2 സൈഡും ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാൻഡ്വിച്ചാണിത്. നമുക്ക് രാവിലെ നല്ല മടിയുള്ള ദിവസങ്ങളിലും അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറൊക്കെ നിറയും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി കൂടിയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.